പ്രിയമുള്ളവരെ, ഞാനിന്നൊരു യാത്രാ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചേട്ടൻ്റെ അപ്പൻ ഞങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞ് പോയിട്ട് 15 വർഷം തികഞ്ഞു ജൂലൈ 15-ാം തീയതിക്ക്. അപ്പോൾ ഞങ്ങൾ മക്കളെല്ലാവരും തിരൂർ ഒന്നിച്ച് കൂടുകയാണ്, മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊടകര പള്ളിയാണിത്. ഇത് ആമ്പല്ലൂർ പാലമാണ്. ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോളാണ്. അങ്ങനെ ടോള് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി. തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞ് പിന്നെ കിഴക്കേക്കോട്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂർ അതിരൂപത മെത്രാൻ്റെ ആസ്ഥാന മന്ദിരമാണ് കഴിഞ്ഞു പോയത്. പിന്നെ തൃശ്ശൂർ മ്യൂസിയത്തിൻ്റെ മുൻവശത്തൂടെയാണ് ഈ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസാണ്, മന്ത്രിമാരൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലം, രാമനിലയം എന്ന് പറയും. വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോയുമായി ഞാൻ വരാം. പ്രിയമുള്ളവരെ, ഞാനിന്നൊരു യാത്രാ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചേട്ടൻ്റെ അപ്പൻ ഞങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞ് പോയിട്ട് 15 വർഷം തികഞ്ഞു ജൂലൈ 15-ാം തീയതിക്ക്. അപ്പോൾ ഞങ്ങൾ മക്കളെല്ലാവരും തിരൂർ ഒന്നിച്ച് കൂടുകയാണ്, മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊടകര പള്ളിയാണിത്. ഇത് ആമ്പല്ലൂർ പാലമാണ്. ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോളാണ്. അങ്ങനെ ടോള് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി. തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞ് പിന്നെ കിഴക്കേക്കോട്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂർ അതിരൂപത മെത്രാൻ്റെ ആസ്ഥാന മന്ദിരമാണ് കഴിഞ്ഞു പോയത്. പിന്നെ തൃശ്ശൂർ മ്യൂസിയത്തിൻ്റെ മുൻവശത്തൂടെയാണ് ഈ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസാണ്, മന്ത്രിമാരൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലം, രാമനിലയം എന്ന് പറയും. വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോയുമായി ഞാൻ വരാം. പ്രിയമുള്ളവരെ, ഞാനിന്നൊരു യാത്രാ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചേട്ടൻ്റെ അപ്പൻ ഞങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞ് പോയിട്ട് 15 വർഷം തികഞ്ഞു ജൂലൈ 15-ാം തീയതിക്ക്. അപ്പോൾ ഞങ്ങൾ മക്കളെല്ലാവരും തിരൂർ ഒന്നിച്ച് കൂടുകയാണ്, മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊടകര പള്ളിയാണിത്. ഇത് ആമ്പല്ലൂർ പാലമാണ്. ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോളാണ്. അങ്ങനെ ടോള് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി. തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞ് പിന്നെ കിഴക്കേക്കോട്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂർ അതിരൂപത മെത്രാൻ്റെ ആസ്ഥാന മന്ദിരമാണ് കഴിഞ്ഞു പോയത്. പിന്നെ തൃശ്ശൂർ മ്യൂസിയത്തിൻ്റെ മുൻവശത്തൂടെയാണ് ഈ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസാണ്, മന്ത്രിമാരൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലം, രാമനിലയം എന്ന് പറയും. വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോയുമായി ഞാൻ വരാം.